പള്ളികളും ക്ഷേത്രങ്ങളും മോസ്കുകളുമെല്ലാം മനുഷ്യൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ തിരുനാളങ്ങളാണ്, നെയ്ത്തിരുനാളങ്ങളാണ് മനുഷ്യൻ നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻറ്റയർ മീഡിയയുടെ ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. മനുഷ്യൻ്റെ ജീവിത പ്രതിസന്ധികളിലെ യാത്രകളിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം നമ്മൾ കണ്ടെത്തുന്നത് ദേവാലയങ്ങളിലാണ്. അത്തരത്തിൽ ഏറെ പ്രശസ്തമായ ഒരു ദേവാലയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം. വിശുദ്ധ മുത്തിയമ്മയുടെ തിരുനാളാണ് 2025 ജനുവരി 30 മുതൽ ഫെബ്രുവരി 9 വരെ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ആ ആഘോഷ നിമിഷങ്ങളുടെ, പുണ്യ നിമിഷങ്ങളുടെ നേർക്കാഴ്ചകൾ എൻറ്റയർ മീഡിയ ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എൻ്റെ പേര് മുരുക ബേക്കിംഗ് യൂട്ടൻസിൽസ് എന്ന സ്ഥാപനം നടത്തുന്ന അന്തിനാട്. കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാളിന് ആശംസകൾ നേരുന്നു. മുരുക ബേക്കിംഗ് യൂട്ടൻസിൽസ്, അന്തിനാട്. പ്രിയ സുഹൃത്തുക്കളെ, കുടമാളൂർ മുത്തിയമ്മയുടെ ഏറെ പ്രശസ്തമായ ദർശന തിരുനാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരുളട്ടെ. ഈ തിരുനാളിൽ പങ്കുചേർന്ന് മുത്തിയമ്മയുടെ മധ്യസ്ഥതയുള്ള കൃപാവരവും അനുഗ്രഹവും ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയം ഇവിടെ ഇരിക്കുന്നത് വാസ്തവത്തിൽ ഒറ്റപ്പെട്ട ഒരു ദേവാലയമായിട്ടല്ല. ഇവിടെ അതിരമ്പുഴ, മാന്നാനം, കുടമാളൂർ, കോട്ടയം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പണ്ടുകാലം മുതലേ ക്രൈസ്തവ സാന്നിധ്യം കൊണ്ടും അതിൻ്റെ ആധ്യാത്മികത കൊണ്ടും ധാർമ്മികത കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടകലർന്ന് ജീവിക്കുന്ന വിവിധ മതസ്ഥരായ ആളുകൾ ഹൃദയ അടുപ്പമുള്ള ആൾക്കാരാണ്. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചുമൊക്കെ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ക്രൈസ്തവ സാന്നിധ്യം ഈ പ്രദേശത്ത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിലും തന്നെ വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിരമ്പുഴ പള്ളി എന്ന് പറയുന്നത് അത് കുറവിലങ്ങാട് പള്ളിയിൽ നിന്നും 335 AD 335 ഉണ്ടായ കുറവിലങ്ങാട് പള്ളിയിൽ നിന്നും അതിൻ്റെ കുരിശ് പള്ളിയായിട്ട് മാറി രൂപാന്തരപ്പെട്ടതാണ് അതിരമ്പുഴ പള്ളി. അത് 835 ഉണ്ടായത്. അതോട് ചേർന്ന് അതിൻ്റെ വളർച്ചയിലും ആ പ്രദേശത്തിലെല്ലാം വളരെ ആന്തരികമായ, ആത്മീയമായ, ധാർമ്മികമായ സ്വാധീനം ജനത്തിന് മേൽ ചെലുത്തുന്നതിന് ആ ദേവാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്.
അവിടുത്തെ തിരുനാൾ എന്ന് പറയുന്നത് ദേശീയ ഉത്സവമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് മാന്നാനം. മാന്നാനം എന്ന് പറയുന്നത് ചാവറയച്ചൻ്റെ കബറടങ്ങിയ സ്ഥലമാണ്. ഈ കുടമാളൂർ പള്ളിയിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മാന്നാനം കുന്നിൽ ആശ്രമം പടുത്തുയർത്തുകയും അവിടെ മനോഹരമായ രീതിയിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ രൂപം കൊള്ളുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തത്. ഇന്നും മാന്നാനത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഭയങ്കരമായ ഒരു ആവേശം, ഒരു ആത്മീയമായ പ്രഭ ആ മാന്നാനം ദേവാലയം മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ആത്മീയ പ്രഭ വിതറപ്പെടുന്ന, പ്രഭ പകരുന്ന സുന്ദരമായ ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനത്തിൽ ഈ പ്രദേശം എന്നത് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവണമല്ലോ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മാന്നാനം ചാവറയച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ആകർഷണീയമായ രീതിയിൽ ആ പ്രദേശം ആക്കി തീർക്കാനായിട്ട് പരിശ്രമിച്ചു. അതിനോട് ചേർന്ന് 5 മിനിറ്റ് അകലം മാത്രമേ ഉള്ളൂ കുടമാളൂർ പള്ളി എന്ന് പറയും. ഇത് പരസ്പരം ബന്ധിതമായ പ്രദേശങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഇത് എല്ലാം മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ്. എൻ്റെ പേര് സുനിൽ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മുത്തിയമ്മ കാർ സീറ്റിംഗ് ആൻഡ് ആക്സസറീസ് എന്നാണ്. ഇത് കുറവലങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത്, കോട്ടയം ജില്ലയിലുള്ള കുറവലങ്ങാട്. അതുപോലെ തന്നെ നമ്മുടെ കുടമാളൂരുള്ള സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ദർശന തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ആശംസകൾ അറിയിക്കാനാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ദർശന തിരുനാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും പേരിൽ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു മോഹൻ. ഞാൻ ഡോക്ടർ പൾസ് പെയിൻ ആൻഡ് സ്പൈൻ ക്ലിനിക് കല്ലറ SBI ജംഗ്ഷന് സമീപം ഉള്ള സ്ഥാപനത്തിൻ്റെ മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ തന്നെ എറണാകുളത്തും പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ സ്ഥാപനമുണ്ട്. പിന്നെ മാർസ്ലീവ മെഡിസിറ്റി ചേർപ്പുങ്കൽ പാല മെഡിക്കൽ ഓഫീസറാണ് ഞാൻ. നാച്ചുറോപ്പതി വിഭാഗം, ആയുഷ് വിഭാഗം. കുടമാളൂർ സെൻറ്റ് മേരീസ് മേജർ RK എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തിരുനാളിന് എല്ലാവിധ ആശംസകളും. ഈ ദേവാലയം തന്നെ പണികഴിപ്പിച്ച ഒരു ഹിന്ദു രാജാവാണ് ചെമ്പകശ്ശേരി രാജാവ്. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്തോ അസ്വസ്ഥതയുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന ഏതോ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തതാണ്, ഇവിടെ കന്യകാമാതാവിൻ്റെ നാമത്തിലൊരു ദേവാലയം പണിതാൽ
അതൊരു ഐശ്വര്യമായിരിക്കുക എന്ന് പറയും. വാസ്തവത്തിൽ ഐശ്വര്യമായിട്ട് മാറി. അതിൻ്റെ ഈ പ്രദേശത്തിന് ഐശ്വര്യമാണ് ഈ ദേവാലയം എന്ന് പറയാൻ പറ്റും. ഇത് അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹം തുടങ്ങി വെച്ചുള്ള നേർച്ചകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെയുള്ള കറി നേർച്ച എന്ന് പറയുന്നത് ഒരു വലിയ പ്രശസ്തമായ കാര്യം. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒരു നേർച്ച നേർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ധാരാളം യുവ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതായിട്ട് എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കർമ്മങ്ങളും പ്രാർത്ഥനകളുമാണ്. ഒരു 10 പേരെങ്കിലും മിനിമം എല്ലാ മാസവും വരുന്നുണ്ട്, അങ്ങ് വിദൂരങ്ങളിൽ നിന്ന്. അപ്പോൾ അത് രാജാവിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചതാണ്. അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ ഏറ്റവും പ്രശസ്തമായ കാര്യം വലിയ ആഴ്ചയിലെ നീന്തു നേർച്ചയാണ്. മറ്റൊരു പള്ളിയിൽ ഇല്ലാത്തൊരിടമാണ് നീന്തു നേർച്ച എന്ന് പറയും. അതായത് ജനം കുഞ്ഞു പിള്ളേരെ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ഈ 4 കാലം നീന്തി ചെല്ലുന്നു. അതുതന്നെയാണ് അതിൻ്റെ പ്രതീകാത്മകത. അത് ആ കൽക്കുരിശിൽ നിന്ന് ആരംഭിച്ചിട്ട് 4 കാലിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടയിൽ നീന്തി ദേവാലയത്തിലെത്തി ഈ മുത്തിയമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് നിന്ന് ആ പ്രാർത്ഥന ആലപിക്കുന്നതാണ് നീന്തുനേർച്ച എന്ന് പറയും. അത് വളരെ ഏറെക്കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് ചേർന്ന് പോകുന്നതാണ് ഇവിടുത്തെ ദർശന തിരുനാൾ. കുടമാളൂർ സെൻറ്റ് മേരീസ് ചർച്ചിലെ ദർശന തിരുനാളിന് ഞങ്ങളുടെ സ്ഥാപനമായ കുറുപ്പന്ത്ര സെൻറ്റ് സേവിയർ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രസിദ്ധനാളിന് വരുന്നതിന് മുമ്പ് അടുത്ത പള്ളിയും കൂടി പറയട്ടെ. അതിന് തൊട്ടടുത്ത പള്ളിയാണ് കോട്ടയം ടൗണിൽ തലയുയർത്തി നിൽക്കുന്ന ലൂർദ് മാതാപ്പള്ളി എന്ന് പറയും. അത് വാസ്തവത്തിൽ അവിടെ ഒരു പണ്ടുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ടായി. അതെന്തോ ആ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവർ കുറേയേറെ ആൾക്കാർ നേരെ പാലാ ഭാഗത്തേക്കും ചങ്ങനാശ്ശേരി ഭാഗത്തേക്കും വ്യാപിക്കുകയും അവിടെ മറ്റൊരു വ്യത്യസ്തമായ സഭാ വിഭാഗത്തിനായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ കോട്ടയം എന്ന് പറയുന്ന പ്രദേശവും അവിടെ ചേർന്ന് പോകുന്ന പുതുപ്പള്ളി, പാമ്പാടി എല്ലാം അങ്ങനെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയി മറ്റൊരു സഭയായിട്ട് തീർന്ന വിഭാഗത്തിൻ്റെതായി മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കത്തോലിക്ക ആ വ്യക്തികളെല്ലാം അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷേ പിന്നീട് കുര്യാളശ്ശേരി പിതാവിൻ്റെ കാലത്ത് അവിടെ 19 ഏക്കർ സ്ഥലം വാങ്ങിച്ചിടുകയും ആ പ്രദേശത്തിന് തൊട്ട് മുമ്പിൽ കളക്ടറേറ്റ് വരികയും ചെയ്തപ്പോൾ പോയവരെല്ലാം അധികവും തിരിച്ചെത്തുകയും അത് വക്കീലന്മാർ കൂടുതലായിട്ട് എത്തുകയും വക്കീലന്മാർ പള്ളിയിൽ നിന്ന് അറിയപ്പെടുകയും ചെയ്തതാണ്. ഇന്ന് നാം ചെന്ന് കാണുമ്പോൾ കോട്ടയം ടൗണിലെ ഏറ്റവും ബൃഹത്തായ ദേവാലയം ലൂർദ് ഫൊറോന പള്ളി എന്ന് പറയും. അതും ഞാൻ പറഞ്ഞതുപോലെ ഈ നഗരത്തിനും ഈ ചുറ്റുപാടുകൾക്കുമൊക്കെ ഒരു ആത്മീയ ആനന്ദം പകരുന്ന, പങ്കുചേരൽ പകരുന്ന, ഒരു എക്സ്ക്ലൂസീവ് ഒട്ടുമില്ലാത്ത, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നല്ല ഹൃദയഭാവമുള്ള ഒരു ആധ്യാത്മികത അതിൻ്റെ പ്രഭ പരത്തുന്ന പ്രദേശമാണിത്. അപ്പോൾ അതിൻ്റെ എല്ലാം നടുവിലാണ് കുടമാളൂർ പള്ളി ഇരിക്കും. അപ്പോൾ കുടമാളൂർ പള്ളിയിലേക്ക് തിരിയുമ്പോൾ കാണുന്ന പ്രത്യേകത, ഇവിടെ ഈ ദർശനത്തിരുന്നാൾ എന്ന് പറയുന്ന ഇവിടുത്തെ ദർശന സഖ്യം എന്ന് പറയുന്ന ഒരു സംഘടനയും അവർ ദൈവമാതാവിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഒരു വിഭാഗമാണ്. അവരുടേതായ റെഗുലറായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, മന്ത്ലി ആക്ടിവിറ്റീസ് ഉണ്ട്. അവരെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തിരുനാൾ നടത്തുക എന്നുള്ളത്. അവരിൽ നിന്നാണ് അതിൻ്റെ പ്രസിഡന്റുമാർ വരും. ഒരു വലിയ വമ്പൻ തുക മുടക്കിക്കൊണ്ടാണ്. അതിനൊക്കെ ആളുകൾ മുൻപന്തി നിൽപ്പുണ്ട്, ഇപ്പോഴും തന്നെ അങ്ങനെ തന്നെയാണ്.
അതിൻ്റെ കൂടെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആയിട്ട് പരസ്പരം ആളുകളെ പങ്കുവയ്ക്കാൻ എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സഹപ്രസിഡൻറ്റുമാരെ ക്ഷണിക്കും. ഇത് കോട്ടയത്തും ആരംഭിച്ച കാര്യമാണ്. അത് ഇവിടെയും തുടരും. ഇപ്പോൾ പല ദേവാലയങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. അത് പാർട്ടിസിപ്പേറ്ററി ആക്കാൻ വേണ്ടി കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാം. അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റ് തന്നെ നടത്തി കഴിഞ്ഞാൽ തിരുനാൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പോവില്ലേ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടേതായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു തുക കൊടുത്തുകൊണ്ട് സഹപ്രസിഡൻ്റായിട്ട് അവരുടെ എല്ലാം ചിത്രങ്ങൾ, പടങ്ങൾ നോട്ടീസിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ട് സഹപ്രസിഡന്റുമാർ 260 മറ്റോ പ്രാവശ്യം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നടക്കുന്ന ഇടവ ജനത്തിന് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ് ഈ ദേവാലയത്തിൻ്റെ തിരുനാൾ എന്ന് പറയുന്നത്. കൊടമാളൂർ സെൻറ്റ് മേരീസ് പള്ളിയിലെ ദർശന തിരുനാളിന് എൻ്റെയും സെസ്റ്റിൻ്റെയും എല്ലാവിധ ആശംസകളും. നമസ്തേ, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ പാലാ റോഡ്, ഏറ്റുമാനൂർ പാലാ റോഡിൽ ഡെക്കർ ഡ്രീംസ് എന്ന ഇൻറ്റീരിയൽ ഷോപ്പ് നടത്തുന്നു. കുടമാളൂർ പള്ളിയിലെ ദർശന തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന ഒരു നല്ലൊരു ശതമാനം ഈ പ്രദേശത്തുള്ള എല്ലാ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ പ്രദർശനത്തിലായാലും പിന്നീട് മറ്റ് നേർച്ചകാഴ്ചകളായാലും എല്ലാം പങ്കെടുക്കാം. കുടമാളൂർ പള്ളിയിലേക്ക് ഒരു അവകാശം എല്ലാവർക്കും ഉള്ളതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കും. എവരിബഡി ക്ലെയിം ദറ്റ് ചർച്ച് ഇസ് ബിലോങ് ടു മീ. എനിക്ക് എൻ്റെയും കൂടിയാണ് ഈ പള്ളി എന്ന് പറയാൻ ഇവിടെ ആർക്കും. എപ്പോൾ നോക്കിയാലും ഈ താഴത്തെ പള്ളി, അതാണ് തീർത്ഥാടന കേന്ദ്രം, അതാണ് ചെമ്പകശ്ശേരി രാജാവ് സ്ഥാപിച്ച പള്ളി. പിന്നീട് ജനം കൂടിയപ്പോഴാണ് മുള്ളോട്ട് മാറി വലിയ പള്ളി ഉണ്ടായത്. അപ്പോൾ ആ ദേവാലയത്തിൽ ആദ്യത്തെ പള്ളിയിൽ എപ്പം ചെന്ന് നോക്കിയാലും ഒരു 10-20 പേരെങ്കിലും ശാന്തമായിട്ട് ഇരിക്കുന്ന കാണാം.
മനസ്സിൻ്റെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്ന, ജീവിത പ്രശ്നങ്ങൾ ഉരുകി ഒലിച്ച് ഇല്ലാണ്ടായിത്തീരുന്ന, വലിയ പ്രതിസന്ധികളെ നേരിടുന്നതിന് കരുത്ത് പ്രദാനം ചെയ്യുന്ന, മനസ്സമാവും നഷ്ടപ്പെട്ട് ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കം കിട്ടുന്ന ഒരു സാന്നിധ്യ അനുഭവമാണ് വാസ്തവത്തിലെ താഴത്തെ പള്ളി എന്ന് പറയും. അവിടെ വന്ന് ഇരുന്നിട്ട് ഒരുപാട് പേര് ഒരുപാട് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ വ്യക്തികൾ ചില ആൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്, എവിടുന്നാണ് വരുന്നത്. ഇപ്പോൾ ചില വിഭാഗങ്ങൾക്ക് അവരുടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് മാതാവിനോട് ഭക്തി ഇല്ലാത്തവരുണ്ട്. അവരിൽപ്പെട്ട ചില ആൾ വന്നിരിക്കാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ മാതാവ് ഭക്തിയൊന്നുമില്ലോ? അല്ലല്ലച്ചാ, ഞങ്ങളുടെ അഭയം ഇവിടെ തന്നെയാണ്, ഈ അമ്മയുടെ അടുത്താണ്. ഈ അമ്മയുടെ സമീപത്ത് വന്നിരിക്കുമ്പോൾ അറിയാതെ ഞാനെല്ലാം അങ്ങ് മറന്നു പോവുക, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മറന്നു പോവുക, എൻ്റെ വിഷമങ്ങളെല്ലാം മാറിപ്പോവുക, ഞാൻ ഇവിടുന്ന് പോകും, മറ്റൊരാളായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു വലിയ സാന്നിധ്യ ശക്തി അനുഭവപ്പെടുന്ന ദേവാലയമാണ്. അത് സത്യമാണ്. കാരണം അങ്ങനെയുള്ള സാന്നിധ്യത്തിൻ്റെ ഒരു വലിയതായ ഒഴുക്ക്, അതിൻ്റേതായ വലിയൊരു സ്വാധീനം ഇവിടെ വന്ന് വ്യക്തികളുടെ മേലുണ്ടെന്ന് ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ താല്പര്യം സഹപ്രസിഡന്റുമാരെ ഇപ്പോൾ അത് നോട്ടീസ് ചെയ്യാൻ നോക്കുകയായിരുന്നു. സഹപ്രസിഡന്റുമാരെന്ന് പറയുന്ന നല്ലൊരു വിഭാഗവും ഇന്ന് പുറത്തേക്ക് പോയിട്ടുള്ള നമ്മുടെ പിള്ളേരാണ്. ദൂര രാജ്യങ്ങളിലും നല്ല അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും ഒക്കെയുള്ള ചെറുപ്പക്കാരായ ആൾക്കാരാണ് സഹപ്രസിഡന്റുമാരായിട്ട് വന്നത്. ഇപ്പം അതിൻ്റെ അർത്ഥം അവരവിടെ ഇരുന്നുകൊണ്ട് നെറ്റിൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ട്, പങ്കുചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവാലയത്തിന് തിരുനാളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞാൽ ശാന്തമായിട്ട് ആ ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് മനസമാധാനത്തോടുകൂടി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഇരുട്ട് മാറി കിട്ടാൻ വേണ്ടി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇരുട്ടിലാണ്, ഭയങ്കരമായ ഇരുട്ടിൽ, അജ്ഞതയുടെ ഇരുട്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ പ്രതിസന്ധി വരുന്നത്. മനുഷ്യന് ഭയമാണ്, ഭയപ്പെട്ടിട്ട് അങ്ങ് പേടിച്ചിട്ട് അജ്ഞത കൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങ് പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും കൂടോത്രം ചെയ്ത് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ സ്വാധീനിക്കുന്ന രംഗത്ത് അതെല്ലാം ഉരുകി ഒലിച്ച് ഇല്ലാണ്ടായി പോയിട്ട് മനസ്സ് ക്ലീനാകുന്ന ഒരു സാന്നിധ്യമാണ് മുത്തിയമ്മയുടെ സാന്നിധ്യം എന്ന് പറയും. അത് പ്രധാനപ്പെട്ട സംഗതി എന്തുകൊണ്ടാണ് ഈ അമ്മയിലേക്കല്ല കേന്ദ്രീകരിക്കുന്നത്. അമ്മയുടെ കയ്യിലൊരു കൊച്ചിരിപ്പുണ്ട്, യേശുവിലേക്കാണ് കേന്ദ്രീകരിക്കും. ആ യേശുവിലാണ് രക്ഷ. യേശുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ജീവിതം വന്നു കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ സമാധാനമായി ശാന്തിയായി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എൻ്റെ പക്കൽ വരട്ടെ എന്ന് പറയുന്ന ഒരു ദൈവം വേറെ എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നെങ്കിലും ദൈവം നിൻ്റെ ഹൃദയത്തെടുപ്പ് മനസ്സിലാക്കാൻ വേണ്ടി നിൻ്റെ പക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, നിൻ്റെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടി ഇറങ്ങി വരുന്ന ദൈവം, നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നിന്നോട് ഒപ്പം ആയിരിക്കാൻ പറ്റുന്ന ഒരു ദൈവം. ആ ദൈവം അന്ന് പലസ്തീൻ നടന്നതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഉണ്ട്. ഈസ് ഇൻ സ്പിരിറ്റ്, അരൂപിയിലൂടെ സന്നിഹിതനാണ്. ദൈവത്തിന് പൂർണ്ണ ഭാവിയൊന്നുമില്ല, ദൈവത്തിനൊന്നും വർത്തമാനകാലമാണ്. ദ ജീസസ് ഇസ് അലൈവ്. ഹായ്, നമസ്തേ. കൊടുമാളൂർ സെൻറ്റ് മേരീസ് ആരാധനാലയത്തിലെ 900 വർഷത്തിൻ്റെ വിശുദ്ധ മഹോത്സവത്തിൻ്റെ നടത്തിപ്പിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സുദർശനം ആയുർവേദ നേത്രചികിത്സാലയത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി. ലൈവായിട്ട് നിൽക്കുന്ന ഒരാളാണ് യേശു എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ ഇപ്പോൾ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് തിരിഞ്ഞ് ലോകം മുഴുവൻ വ്യാപകമായി അതിൽ ഭയങ്കരമായി ക്രൈസ്തവരെയും നിരോധിച്ച 12 രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഒരു രാഷ്ട്രത്തിൽ ഇപ്പോൾ 30 ലക്ഷം പേരിൽ കൂടുതൽ ക്രിസ്ത്യാനികളായിരുന്നു. എവിടെയാണ്? ഇറാനിൽ 30 ലക്ഷത്തിലധികം പേരോളം ക്രിസ്ത്യാനികളായി. അതിൻ്റെ പ്രസിഡന്റ് പോലും അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യനാണെന്ന് പറയും. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവീയത ഉള്ളിലുണ്ട്, അതിനകത്ത് യേശുള്ള ബന്ധമുണ്ട്, പക്ഷേ പേര് മാറ്റുന്നില്ല, ഏതെങ്കിലും ഇടവേ ചേരുന്നില്ല, മാമോദിസ മുങ്ങുന്നില്ല. ബട്ട് പ്രൊക്ലെയിം ജീസസ് ക്രൈസ്റ്റ് ആസ് എ സേവിയർ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയും. ഈ മുത്തിയമ്മയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
മുത്തിയമ്മയുടെ ചിത്രം എന്ന് പറയുന്നത് കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ആ കുഞ്ഞ് നിൽക്കുന്ന നിപ്പന്തി ആ ചിത്രം കണ്ടാൽ ആ ചിത്രകാരൻ വരച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞ് ചാടി നിൽക്കാം വരുന്നയാളുടെ തോളിലേക്ക് കയറാൻ. അമ്മയോ ഈ കൊച്ചിനെ തരാനായിട്ട് കാത്തിരിക്കും. ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം ജീസസ് ക്രൈസ്റ്റാണ്. ആൻഡ് ജീസസ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ ഫോർ ഹ്യൂമൻ പ്രോബ്ലം ആൻഡ് ഹീ സോൾവ്സ് ദ പ്രോബ്ലംസ്. അതിനിതാ പിടിച്ചോ, ഞാനിതാ വരുന്നു എന്ന രീതിയിലാണ് അമ്മയിരിക്കും. അതിൻ്റെ സൈഡിൽ രണ്ടുപേരെ, ഒരാൾ ഒരാൾ പൗലോസ്ലിയ ദൈവവചനത്തിൻ്റെയാണ്. അതുകൊണ്ട് ആ ഒരു വാൾ കൊടുത്തിരിക്കുക. വാൾ ഒരു പ്രതീകമാണ്. അതായത് ദൈവവചനം ഇരുമുന വാളാണ് എന്നുള്ള വചനത്തിൽ നിന്നാണ്. അത് തുളച്ച് കയറി മജ്ജയും മാംസവും തുളച്ച് കയറിയിട്ട് ഹൃദയവികാരങ്ങളെ രൂപപ്പെടുത്തുന്നത് ഒന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഇരുവചനമാണ് പൗലോസ്ലിയുടെ അടയാളമായിട്ട് വാളായിട്ടുള്ളത്. അതിൽ വാൾ ഭൗതിക വാളല്ല. ഇപ്രയെ വെച്ചിരിക്കുന്ന പത്രോസാണ്. പത്രോസിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ടുണ്ട്. താക്കോൽ എന്താണ്? അത് ദൈവം കർത്താവ് തന്നെ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് പത്രോസിനെ വിളിച്ച ശിഷ്യന്മാരെ വിളിച്ചിട്ട് അധികാരം കൊടുത്തതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ട് നിൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക, എൻ്റെ പെണ്ണാടുകളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ തലപ്പത്ത് നിയോഗിക്കപ്പെടുകയും അത് ജനത്തെ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്വം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടയാളമായിട്ടാണ് ആ താക്കോൽ, സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗ്ഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമി അരിക്കും സ്വർഗ്ഗത്തിൽ അരിക്കപ്പെടും. അതാണ് വാസ്തവത്തിൽ ഇന്നും തുടരുന്നത് മാർപ്പാപ്പായിലൂടെ. പത്രോസിൻ്റെ പിൻഗാമി എന്ന് പറയുന്നത് ലോകത്തിൽ മാർപ്പാപ്പായാണ്. ഏതാണ്ട് ഇപ്പം 140 കോടി ജനങ്ങളെ അധ്യക്ഷനാണ് അദ്ദേഹം ലോകത്തിൽ സ്വാധീനിക്കുന്നു. വേറെ ആരാ സ്വാധീനിക്കും? അതുകൊണ്ട് ഹൃദയം വേദനിക്കുന്നു. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ വേദനിക്കുന്നു. അത് അദ്ദേഹം വിളിച്ചു പറയുന്നു. അവിടെ ഗാസയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറയും. അതുപോലെ തന്നെ മറ്റ് അക്രമങ്ങൾ ചെന്നുകൊണ്ട് ആളുകളെ കൊന്നുകളയുമ്പോൾ അദ്ദേഹം വേദനിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ലോകത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക ഒരു മതത്തോടും പ്രത്യേകമായ താല്പര്യമോ പ്രത്യേകമായ ഐഡൻറ്റിറ്റിയോ ഇല്ല. കാര്യം അദ്ദേഹം വിശ്വാസ ഗണത്തിൻ്റെ അധ്യക്ഷനാണെങ്കിൽ പോലും എല്ലാവർക്കും വേണ്ടി നിലയിലാണ് ഫ്രാൻസിസ് പാപ്പ ഇന്ന് നിലനിൽക്കുന്ന ലോകത്തിലെ ഒരു സൂര്യ തേജസ്സാണ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ദർശന തിരുനാളിലേക്ക് നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കുടമാളൂർ പരിശുദ്ധ മാതാവിൻ്റെ ദർശന തിരുനാളിന് നീണ്ടൂർ അഗസ്ത്യ മർമ്മ തിരുസാലയത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജർ സിസ്റ്റർ സ്ലോമോ. 18 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണ് ആശ്രയ. കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ഭക്ഷണവും 150 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും നിർധനരായ രോഗികൾക്ക് മരുന്നും 150ഓളം ഡയാലിസിസ് കിറ്റ് വിതരണം എല്ലാ മാസവും നടത്തി വരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ദൈവകൃപയാൽ നല്ല ഭംഗിയായി നടന്നു പോകുന്നു. ഈ കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ദർശന തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന പെരുന്നാളിന് എല്ലാവിധമായ നന്മകളും ആശംസകളും ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നാമത്തിൽ നേർന്നുകൊള്ളുന്നു.
അടുത്ത വർഷത്തെ പ്രസിദ്ധേന്തിയെ വാഴിക്കുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. സ്ഥാനക്കാരെ പേര് വിളിച്ച് അൾത്താരയിലേക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കയറ്റുന്നതാണ്. പേര് വിളിക്കുന്ന ക്രമത്തിൽ സ്ഥാനക്കാർ മുൻപോട്ട് കയറി വന്ന് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ നിൽക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കും. തോമസ് പറമ്പിൽ, ഇപ്പോഴത്തെ പ്രസിഡന്റ് KV ജോസ് കുടിൽപ്പറമ്പിൽ. പേര് വിളിക്കുന്നവർ മുൻപോട്ട് കയറി വരേണ്ടതാണ്. അൾത്താരെ ആചാരം ചെയ്ത് മുൻപോട്ട് കയറി വരും. ജോർജ് ജോസഫ് പാണപ്പറമ്പിൽ, സെബാസ്റ്റ്യൻ കോട്ടമുറിക്കൽ, ഇസ്പ്രുമോൻ ജെയിംസ് മാണി പാറയിൽ, മേശക ജോർജ് കോല തുരുത്തൽ, അനിൽ എബ്രഹാം അലി വീട്ടിൽ, ജോസ് വി ടി തോപ്പിൽ, ജസ്റ്റിൻ ജോസഫ് പൈക്കർ, ജോൺ കുരുവേലിൽ, ചെന്നതൂർ PM ജോസഫ് പണിക്കരയിടം. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഈ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പന വായിക്കുന്നതാണ്. തുലോരാജ്ഞിയും അമലമനോഹരിയും ആലംബ ഹീനരുടെ പ്രതീക്ഷയും അത്ഭുത പ്രവർത്തകയും സ്വർഗീയ ദാനങ്ങളുടെ നിദാനവുമായ പരിശുദ്ധ ദേവമാതാവിൻ്റെ കൊമ്പരിയ തിരുനാൾ ഈ പള്ളിയിൽ ആഘോഷം കൊണ്ടാടുന്നതിന് 16-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പ തിരുമേനിയുടെ അനുമതി പ്രകാരം മലങ്കരയുടെ വികാരി അപ്പസ്തോലിക ആയിരുന്ന ബെർണർദീനോ സന്താപൂരിത്ത തിരുവനന്തപുരം ക്രിസ്താബ്ദം 1860 മെയ് മാസം 18-ാം തീയതി നൽകിയ കൽപ്പന പ്രകാരം പ്രതിവർഷം ഇവിടെ ആഘോഷിച്ചു വരുന്ന അനുസരിച്ച് 2026 ഫെബ്രുവരി 2-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പ്രസ്തുത തിരുനാൾ ആഘോഷിക്കുന്നതിന് ഇലക്ടർമാരുടെ സത്യനിയമ അനുസരണം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മുതലായ സ്ഥാനക്കാരുടെ പേര് വിവരം ഈ കൊമ്പരിയത്തിൻ്റെ സുപ്പീരിയർ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എത്രയും പെരിയ തിരുവനന്തപുരത്തുണ്ട് കപ്രാൻ കുടമാളപ്പള്ളി തിരിയും മുടിയും വെച്ചിരിക്കുകയാണ്. അവിടെ വികാരിയച്ഛൻ മുടിയണിഞ്ഞ് അവർക്ക് നൽകുവാനുള്ള മുടിയും തിരിയും വെച്ചിരിക്കുന്നു. 84 വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ചു കഴിയുകയായിരുന്നു. അവൾ ആ സമയം മുൻപോട്ട് വന്ന ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിന്റെ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്ഥാനക്കാർക്ക് മുടിയും തിരിയും നൽകുകയും അതിനുശേഷം ആരാണ്ടുകൾ തെളിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. സ്ഥാനക്കാര് തുടർന്ന് താഴേക്കിറങ്ങി നമ്മൾ കങ്കുവിശ ചുറ്റി പ്രദക്ഷിണം നടത്തുവാൻ പോവുകയാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. നമ്മുടെ ഇടവകയുടെ പാരമ്പര്യവും ധനികയും എത്തിച്ചോതുന്ന ഈ ഒരു കർമ്മങ്ങളിൽ അതേപോലെ തന്നെ നമുക്ക് പങ്കെടുക്കാം. കുടമാളൂർ മുക്തിമാതാവിൻ്റെ ദർശന തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും റെജി ഇലക്ട്രിക്കൽസിൻ്റെ പേരിലും റാക്കിൽ കുടുംബാംഗങ്ങളുടെ പേരിലും നേരുന്നു. കുടമാളൂർ സെൻറ് മാരീസ് ദേവാലയത്തിലെ മുക്തിയമ്മയുടെ തിരുനാളിന് എൻ്റെ സ്ഥാപനമായ പനമ്പാലത്തുള്ള ഷോപ്പ് ആൻഡ് സീവിൻ്റെ ആശംസകൾ നേരുന്നു.
ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാളിന് കുടമാളൂർ ഇടവകയും ഈ ദേശവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസങ്ങളിലൂടെയാണ് ഇനിയുള്ള നമ്മൾ കടന്നു പോകുന്നത്. അതിന് ഏറ്റവും അടുത്ത ഒരുക്കമായി ഇവിടെ വാർഷിക ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 11-12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു തിരുനാൾ ഈ ഒരു ദേശത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. മുത്തിയമ്മ എന്ന പേരിലാണ് പരിശുദ്ധ കന്യാമറിയം ഇവിടെ അറിയപ്പെടുന്നത്. ജനുവരി 30 മുതൽ ഫെബ്രുവരി 9 വരെയുള്ള തീയതികളിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഈ ദേവാലയത്തിൽ കൊണ്ടാടുകയാണ്. ഈ പ്രാവശ്യത്തെ ഒരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ ഈ ഒരു ദേവാലയവും അതുപോലെ ഈ പ്രദേശത്ത് ക്രൈസ്തവ സമൂഹവും സ്ഥാപിതമായിട്ട് 900 വർഷം എന്ന ഒരു മഹനീയമായ സംഖ്യയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിനാൽ അതിൻ്റെ സന്തോഷം വളരെയേറെയാണ്. ആ ഒരു പ്രത്യേകത കൂടെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു തിരുനാൾ ഇപ്രാവശ്യം ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. 30-ാം തീയതി പ്രിയ ബഹുമാനപ്പെട്ട ആർച്ച് പ്രൈസ്റ്റ് വികാരിയച്ഛൻ മാണിയച്ഛൻ കൊടിയേറ്റോടുകൂടി തന്നെ തിരുക്കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുകയും പിന്നീട് 1-2 തീയതികളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട തിരുനാൾ ദിവസങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അന്ന് നഗരപ്രദക്ഷിണവും അതുപോലെ തന്നെ ഉണ്ണീശോയെ കാഴ്ചവെപ്പ് പ്രദക്ഷിണവും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കലാസന്ധ്യകളും ഗാനങ്ങളും അടങ്ങുന്ന വിവിധതരം കലാപരിപാടികളും ദേവാലയത്തിലെ ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ നടക്കുവാൻ പോകുന്ന ഈ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടാടുന്നതിനും ഈ ഒരു പ്രദേശത്തിന് അനുഗ്രഹങ്ങൾ കൊണ്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുന്നതിനും അതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവിക സാന്നിധ്യം നിറയുന്നതിനും ഈ തിരുനാൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏവരെയും ഈ തിരുനാളിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുത്തിയമ്മയുടെ മാധ്യസ്ഥവും സംരക്ഷണവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ പേര് അന്നമ്മ മാണി. ഞാൻ കുടമാളൂർ പള്ളിയിൽ മാതാവിൻ്റെ തിരുനാൾ പെരുന്നാളായി ആഘോഷിക്കുമ്പോൾ AKV വൈദ്യശാലയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. എൻ്റെ പേര് രാധാമണി. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് വർണ്ണം ബ്യൂട്ടികൾ, പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് സ്റ്റാൻഡിനകത്താണ് എൻ്റെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുടമാളൂർ സെൻറ്റ് മേരീസ് പള്ളിയിലെ തിരുനാളിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നീട് സ്റ്റീൽ കുരിശ് 1-ാമത്തേത്, സ്റ്റീൽ കുരിശ് 2, ഏറ്റവും അവസാനം പൊന്നിൻ കുരിശ്. ഈ ക്രമത്തിലായിരിക്കും കുരിശുകൾ സംഭവിക്കുന്നത് ആണ്. കുരിശുകൾ വായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് അവിടെ ആണ്. അവയുടെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാവുന്നതാണ്. ഈ കാര്യന്മാർ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. ഈ വെള്ളിക്കുരിശ്, ചെറിയ വെള്ളിക്കുരിശിന് തൊട്ടവരങ്ങളായിട്ട് വലിയ വെള്ളിക്കുരിശ് 1, വലിയ വെള്ളിക്കുരിശ് 2, സ്റ്റീൽ കുരിശ് 1, സ്റ്റീൽ കുരിശ് 2, പൊന്നിൻ കുരിശ് എന്നീ ക്രമത്തിൽ കുരിശുകൾ അണിനിരക്കും. ഈ കുടകൾ നമുക്ക് അവിടെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുടകൾ എടുത്തുകൊണ്ട് പ്രതീക്ഷത്തിൽ പ്രത്യേകം നിയോഗം വെച്ചുകൊണ്ട് അവരുടെ കറുകളാണ്. സഹായങ്ങളുടെ രൂപങ്ങളാണ് ഇറങ്ങേണ്ടത്.
കരവെള്ള കരണ്ടിന് വിറകലാക്ക് ദൈവസഹായി ഗുരുയുടെ രൂപക്കൂട് രൂപക്കൂട് നിരക്കേണ്ടതാണ്. കുടമാളൂർ സെൻറ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശന തിരുനാളിന് ആർപ്പക്കരയിലെ കണ്ണമത്രയിൽ ഹാർഡ്വെയർസിലെ എല്ലാവിധ പെരുന്നാൾ ആശംസകളും.
മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് രോഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ എത്ര പഴകിയ രോഗങ്ങൾക്കും ചികിത്സ ലഭിക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലാണ് ഞാനുള്ളത്. കോട്ടയം കുടമാളൂർ പുളിഞ്ചുവലിലുള്ള ദയ ആദിവാസി വംശീയ പാരമ്പര്യ വൈദ്യ ചികിത്സ. ഒടിവ്, ചതവ്, അതേപോലെ മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നടുവേദന പോലുള്ള ഒരുപാട് ചികിത്സകൾക്ക് ആശ്വാസം കണ്ടെത്തുന്ന ഒരു വൈദ്യ ചികിത്സാ കേന്ദ്രമാണ് ഇത്. കുടമാളൂർ സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ദർശന തിരുനാളിന് AK കേളു വൈദ്യരുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അനേകായിരം ആളുകളാണ് മുത്തിയമ്മയുടെ ദർശന തിരുനാളിൽ പങ്കെടുത്ത് സായുജ്യം നേടിയത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു ഇവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരത് കണ്ടതാണ്. മനോഹരമായ എൻറ്റയർ മീഡിയയുടെ ദിവ്യദർശനം പ്രോഗ്രാം വീണ്ടും കാണാം. ക്യാമറമാൻ റജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.